ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം പ്രകൃതി നിയമമായ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് പ്രപഞ്ച ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമായ ഞാൻ സ്വയം ഭാരതത്തിൽ മാത്രമാണ് ഈശ്വരൻ അവതാരമായി ഇറങ്ങി വന്നിരിക്കുന്നത്. മറ്റെല്ലാ ദേശങ്ങളിലും ഈശ്വരന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഏതെങ്കിലും ഒരു അവധൂതനെയോ ഏതെങ്കിലും ഒരു പ്രോഫറ്റിനെയോ മാത്രം അയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴെല്ലാം ഹിന്ദു ധർമ്മത്തിന് അപച്യുതി സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല രീതിയിൽ ഈശ്വരൻ തന്നെ വന്നിട്ടുണ്ട്. മനുഷ്യരൂപത്തിൽ കർമ്മധർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട്, അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ധർമ്മസ്ഥാപനത്തിന്റെ ഭാഗമാണ് നാരായണ ഗുരുദേവന്റെ അവതാരവും ചട്ടമ്പിസ്വാമികളുടെ അവതാരവും. ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അനവധി ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് സ്വയം വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ നാരായണ ഗുരുദേവനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അപ്രകാരം തന്നെ ചട്ടമ്പിസ്വാമികൾ ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഉജ്ജ്വലമായ പാടവത്തോടുകൂടി ബൈബിൾ സമ്പൂർണമായി പഠിച്ച് എല്ലാ വരികളും ഏതു സമയത്തും കോട്ട് ചെയ്യാൻ പാകത്തിനുള്ള അറിവോടുകൂടി, ജ്ഞാനത്തോടുകൂടി അനവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിപ്രസിദ്ധങ്ങളായ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് ക്ഷേത്ര വിഗ്രഹത്തെയും ക്ഷേത്രാചാരങ്ങളെയും ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളെയും നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രഭാഷണങ്ങൾ മുഴുവനും ശ്രവിച്ച് അവയ്ക്കുത്തരം പറയുവാൻ ചട്ടമ്പിസ്വാമികളെ പോലെ മറ്റാരും ഉണ്ടായിട്ടില്ല. ബൈബിൾ സത്യവേദ പുസ്തകമാണെന്നും അതിനകത്ത് അന്ധവിശ്വാസവും അനാചാരവും ശാസ്ത്രീയമല്ലാത്തതുമായിട്ട് ഒന്നുമില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്ര ദർശനത്തെ പോലും അവഹേളിച്ചുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്, നിന്ദ്യമായി, ക്രൂരമായി, നീചമായി വിമർശിച്ചുകൊണ്ട് ഭാരതീയരായ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് മതപരിവർത്തനം നടത്തിയ ക്രിസ്ത്യാനികൾ നടത്തിയിരിക്കുന്ന അവഹേളനാത്മകമായ പ്രഭാഷണങ്ങൾ മുഴുവനും ശ്രമിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവ് ക്ഷേത്രങ്ങളിലുമെല്ലാം തന്നെ നടത്തിയിരിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ നീചമായ ഭാഷ്യങ്ങൾ ശ്രവിച്ചതിന് ശേഷമാണ് ചട്ടമ്പിസ്വാമികൾ ക്രിസ്ത്യാനികൾക്ക് ഉത്തരം പറയുവാൻ പാകത്തിന് അനവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം എഴുതിയത്. വസ്തുനിഷ്ഠമായി, വ്യക്തമായ ഭാഷയില് ശാസ്ത്രീയമായി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വയം അതിവിശാലമായ സാഗരത്തിൽ നിന്ന്, അതിവിസ്തൃതമായ സാഗരത്തിൽ നിന്ന്, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ശക്തിയായ ദേവസങ്കല്പത്തിൽ നിന്ന് കൂപമണ്ഡൂകങ്ങളായി ഒരു പുസ്തകത്തെയും, ഒരു ദൈവത്തെയും, വൈരാഗ്യമുള്ള ദൈവത്തെയും, ദേഷ്യമുള്ള ദൈവത്തെയും, വാശിയുള്ള ദൈവത്തെയും സ്വീകരിക്കാൻ സ്വയം പാപികളായി ചാടിയിറങ്ങിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഓരോരുത്തരും തന്നെ ക്രിസ്തുമതച്ഛേദനം വായിച്ചിരിക്കേണ്ടതാണ്. അതിവിസ്തൃതമായ വേദാംഗ ഉപവേദ ഉപാംഗ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളെ ഉപേക്ഷിച്ച് ഒരൊറ്റ പുസ്തകത്തിലൂടെ മോക്ഷം കിട്ടുമെന്നും യേശുദേവന്റെ രക്തം കൊണ്ട് തന്റെ പാപം കഴുകിക്കളയാമെന്നും 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന എനിക്ക് വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുദേവനെ ആണിയടിച്ചു കൊന്നത് എന്നുമുള്ള തെറ്റിദ്ധാരണാജനകമായ അന്ധവിശ്വാസപരമായ ആ വരികൾക്ക് ചട്ടമ്പിസ്വാമികൾ ആചാര്യ പദവിയിലിരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും നൽകുന്ന മറുപടികളും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകത്തിലെ പ്രധാന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പ്രഭാഷണം ഇവിടെ നടത്താമെന്ന് തീരുമാനിച്ചതും ജഗദീശ്വര അനുഗ്രഹമുണ്ടായതും. ആദി സൃഷ്ടിയെക്കുറിച്ച് ചട്ടമ്പിസ്വാമികൾ, അല്ലയോ ക്രിസ്തീയ പ്രാസംഗികരെ, യഹോവ ആദിമനുഷ്യരെ വിവേകമില്ലാത്തവരായിട്ടാണ് സൃഷ്ടിച്ചത്. അതെന്തിനാണ് അപ്രകാരം ചെയ്തത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും 6 രാത്രികൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് വിവേചനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൂടായിരുന്നോ?
ഇത്രയും കഴിവുള്ള ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം വിലക്കിയ കനി തിന്നരുത് എന്ന് ഉപദേശിക്കുന്നതിന് പകരം ഏദൻ തോട്ടത്തിൽ വിഷക്കനിയെ, ജ്ഞാനക്കനിയെ സൃഷ്ടിക്കാതിരുന്നുകൂടായിരുന്നുവോ? ജ്ഞാനം എന്നു പറയുന്നത് ഏറ്റവും പവിത്രമായ ഒരു വസ്തുതയായിരിക്കെ മനുഷ്യന് ജ്ഞാനമുണ്ടാകുന്നതിന് ദൈവം ഭയപ്പെട്ടതെന്തിനാണ്? കൂടാതെ ഞാൻ ഒന്നുകൂടി ക്രിസ്തീയ പ്രാസംഗികരെ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരച്ഛൻ ഒരു കനിയെ, ഒരു പഴത്തെ വിവേകമില്ലാത്ത കുട്ടികളിരിക്കുന്ന മുറിയിൽ വെച്ച് അത് തിന്നരുത് എന്ന് ഉപദേശിക്കുന്നതിന് പകരം ആ കനി അവിടെ വെക്കാതിരിക്കുന്നതല്ലേ പിതാവിന്റെ ഉത്തരവാദിത്വമുള്ള കർത്തവ്യം? സ്വയം വിഷക്കനി മുറിയിൽ വെച്ച് കുട്ടികളോട് തിന്നരുത് എന്ന് ശടിക്കുന്നതിന് പകരം ഈ ദൈവത്തിന് ആ വിഷക്കനിയുള്ള വൃക്ഷം സൃഷ്ടിക്കാതിരുന്നുകൂടായിരുന്നോ? അത്രയും കഴിവില്ലാത്തവനാണോ നിങ്ങളുടെ ദൈവം? ആദത്തിന് തിന്നാൻ പാകത്തിന് വിഷക്കനിയെ സൃഷ്ടിച്ച ദൈവമല്ലേ ശരിക്ക് കുറ്റം ചെയ്തത്? ഇനിയും ആ ദൈവം താൻ പറഞ്ഞ പ്രകാരം വിലക്കിയ പഴത്തെ ഭക്ഷിച്ച ആളിനെ അന്നുതന്നെ മരണശിക്ഷ കൊടുക്കാതെ വിട്ടുകളഞ്ഞത് നീതിയാണോ ചെയ്തത്? അത് ദൈവത്തിന് രുചിക്കാത്തതായിരുന്നെങ്കിൽ ശിക്ഷ നൽകേണ്ടത് അന്ന് തന്നെ ആയിരുന്നില്ലേ? പിന്നീട് സൃഷ്ടിക്കാൻ പാകത്തിന് അവനെ വിട്ടയച്ചത് എന്തിനായിരുന്നു? ഈ വിഷക്കനിയെ മനുഷ്യൻ തിന്നും എന്ന വിവരം സർവജ്ഞാനിയായ ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ദൈവം സർവജ്ഞാനിയല്ലായിരുന്നു എന്ന് തന്നെയല്ലേ? ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും പാവനമായ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ദൈവത്തിന് വിവേചനം മനുഷ്യന് കൊടുക്കാതിരിക്കാൻ തോന്നിയത് എന്തുകൊണ്ട്? ദൈവം അപ്രകാരം ചെയ്യാതിരുന്നത് നീതിയാണോ? നിങ്ങളുടെ ദൈവമായ യഹോവ സൃഷ്ടിച്ച ആദത്തെ ഉപദേശിക്കാൻ ഒരു പിശാച് വന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. ആ പിശാചിനെ ആരാണ് സൃഷ്ടിച്ചത്? ദൈവമല്ല സൃഷ്ടിച്ചത് എങ്കിൽ ആ നിങ്ങളുടെ ദൈവത്തിനു മുൻപിൽ ആരോ ഒരാൾ പിശാചിനെ സൃഷ്ടിച്ചിരുന്നു. ആ പിശാച് സർവശക്തനുമായിരുന്നുവല്ലോ. അപ്രകാരം ആധുനിക ശാസ്ത്രപ്രകാരം പിശാച് എന്ന ഒരു വസ്തുതയുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ബൈബിൾ ഏറ്റവും ശാസ്ത്രീയമാണെന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് പിശാച് എന്ന സങ്കല്പത്തെ നിർവചിക്കാൻ സാധിക്കുമോ? മനുഷ്യന്റെ വാരിയെല്ലിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള നിങ്ങളുടെ യഹോവ ആ പിശാച് ആദത്തിന്റെയും അവ്വയുടെയും അടുത്തു വന്നത് എന്തുകൊണ്ട് അറിഞ്ഞില്ല? സർവവ്യാപിയായ ദൈവം, സർവവ്യാപിയായ നിങ്ങളുടെ ദൈവം പിശാച് ആദത്തിന്റെയും അവ്വയുടെയും അടുത്തെത്തിയപ്പോൾ എവിടെയിരിക്കുകയായിരുന്നു? അദ്ദേഹം സർവജ്ഞാനിയായിരുന്നു എങ്കിൽ പിശാച് വരുമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നില്ലേ? പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന്, മനുഷ്യനെയും ആദത്തെയും അവയെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് എന്തുകൊണ്ടാണ് പിശാചിനെ നശിപ്പിക്കാൻ സാധിക്കാതെ പോയത്? സ്വന്തം കുട്ടിയെ കൊല്ലുവാൻ ഒരു ദുഷ്ടമൃഗം വരുന്നു എങ്കിൽ ആ കുട്ടിയെ കൊല്ലാൻ പാകത്തിന് ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുത്ത അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ യഹോവ ചെയ്തത് ഘോര പാപമല്ലേ? ഇനി നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞ പ്രകാരം ആദത്തെയും അവയെയും വഴിതെറ്റിച്ച പിശാചിനെ നശിപ്പിക്കുന്നതിന് പകരം, ശപിക്കുന്നതിന് പകരം എന്തിനാണ് നിങ്ങളുടെ ദൈവം മനുഷ്യനെ ശപിച്ചത്? ആദത്തെയും അവയെയും ശപിച്ചതെന്തിനാണ്? തെറ്റ് ചെയ്തത് പിശാചായിരുന്നില്ലേ? ക്രിസ്തീയ പ്രാസംഗികരെ ഒന്നുകൂടി നിങ്ങളോട് ചോദിച്ചോട്ടെ, പിശാചാണല്ലോ സർപ്പരൂപത്തിൽ അവിടെ വന്നത്. അപ്പോൾ ശപിക്കേണ്ടത് പിശാചിനെയല്ലേ? എന്തിനാണ് സർപ്പങ്ങളെയെല്ലാം ശപിച്ചത്? ഈ പിശാചിനെയും ഈ വൃക്ഷത്തെയും അതേ യഹോവ എന്ന ദൈവമാണ് സൃഷ്ടിച്ചത് എങ്കിൽ കുറ്റക്കാരൻ നിങ്ങളുടെ ദൈവം തന്നെയല്ലേ? ഇനിയും ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആദി മനുഷ്യരായ ആദവും അവയും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ടത് അവർക്കല്ലേ? അവരുടെ പുത്രന്മാരെ മുഴുവനും ശിക്ഷിച്ച് പാപികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ്? ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യര് പോലും കുറ്റക്കാരനെയാണല്ലോ ശിക്ഷിക്കാറുള്ളത്, അവന്റെ മകനെ അല്ലല്ലോ. നിങ്ങളുടെ ദൈവത്തിന് അത്രയും വിവേചനം പോലും ഇല്ലാതെയായിപ്പോയി. കഷ്ടം. ആദി പുസ്തകം 6-ാം അധ്യായത്തിലെ 6-ാമത്തെ വരിയിൽ
താൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പരിതപിച്ചു എന്ന് യഹോവ പറയുന്നു. അദ്ദേഹത്തിന് ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു അത്രേ. ഇപ്രകാരം ബോധമില്ലാതെ നിങ്ങളുടെ ദൈവം എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, എന്തിനാണ് മനുഷ്യരെ വിവേചനം കൊടുക്കാതെ സൃഷ്ടിച്ച് തെറ്റായ പന്ഥാവിലേക്ക് നയിക്കാൻ പാകത്തിനൊരു വൃക്ഷത്തെയും മറ്റ് കർമ്മങ്ങളെയും ചെയ്തു കൊടുത്തത്, പിന്നീട് പരിതപിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? അത്രയും ജ്ഞാനമില്ലാത്തവനായിപ്പോയല്ലോ നിങ്ങളുടെ ദൈവം. അല്ലയോ ക്രിസ്തീയ പ്രസംഗികളെ, നിങ്ങളുടെ യഹോവ എന്ന ദൈവത്തിൽ ഇല്ലാത്തവയായ സർവജ്ഞത്വാദി ഗുണങ്ങൾ ആ ദൈവത്തിൽ ഉള്ളതായിട്ട് നിങ്ങൾ വലിയ കള്ളം പറഞ്ഞു എന്നു തന്നെയുമല്ല, അദ്ദേഹത്തിനുള്ളവകളായ വൈരാഗ്യം, കോപം, അസൂയ, ജീവദ്രോഹം, സ്തുതിപ്രീതി, വ്യാകുലത്വം, ദുഷ്ടത്വം, അസത്യം മുതലായ വലിയ ദുർഗുണങ്ങളെ ഒന്നിനെയും വിളിക്കു പറയാതെ മറച്ചുവെക്കുകയും ചെയ്തില്ലേ നിങ്ങൾ? അത് ശരിയാണോ? ദൈവത്തിനുണ്ടാകാൻ പാടുള്ള നീചമായ വികാരങ്ങളാണല്ലോ ഇവയെല്ലാം. അത് നിങ്ങൾ അറിയാതെ പ്രസംഗിക്കാതെ വിട്ടതെന്തുകൊണ്ടാണ്? പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 5-ാം വരിയിൽ ഞാൻ വൈരാഗ്യമുള്ള ദൈവം എന്ന് പറയുന്നു. 34-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വരിയിൽ വൈരാഗ്യമെന്ന നാമമുള്ള യഹോവ വൈരാഗ്യമുള്ള ദൈവം എന്ന് പറയുന്നു. യോശുവ 24-ാം അധ്യായം 19-ാം വരിയിൽ അവൻ വൈരാഗ്യമുള്ള ദൈവം എന്നിങ്ങനെ പറഞ്ഞിരിക്കൊണ്ട് വൈരാഗ്യമുള്ളവനാണോ നിങ്ങളുടെ ദൈവം? ഈ ക്വാളിറ്റി ദൈവത്തിന് ചേർന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാം വരിയിൽ അതികോപം യഹോവയുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു, ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. പുറപ്പാട് 32-ാം അധ്യായം 10-ാം വരി, എന്റെ കോപം അവർക്ക് വിരോധമായി കത്തി ഞാൻ അവരെ നശിപ്പിക്കേണ്ടുന്നതിനെ എന്നെ വിടുക. ഇങ്ങനെ പറഞ്ഞിരിക്കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് അസാധാരണമായ കോപമുണ്ടെന്ന് വരുന്നു. ദൈവീകമായ ഗുണമാണോ കോപവും വൈരാഗ്യവും ഉണ്ടാവുക എന്നുള്ളത്? അത് ദുഷ്ടന്മാരുടെ ഗുണമല്ലേ? ആദിപുസ്തകം 11-ാം അധ്യായത്തിൽ ജനങ്ങൾ ഒരു വലിയ ഉന്നതമായ കോവിൽ കെട്ടുവാൻ തുടങ്ങിയതിനെ കണ്ട് അതിനാൽ അവർ മഹാകീർത്തി അടയാൻ പോകുന്നു എന്ന് കരുതി യഹോവ അവരെ ഭിന്നിപ്പിച്ചു കളഞ്ഞതിനാൽ അസൂയയുള്ളവനാണല്ലോ നിങ്ങളുടെ ദൈവം. മനുഷ്യർ ദൈവത്തോടൊപ്പം ഉയരുന്നതിന് ദൈവം എന്തിനാണ് പേടിക്കുന്നത്? ദൈവത്തിന് ഭയവും അസൂയയുമുള്ളവൻ എപ്രകാരമാണ് ദൈവത്തിന്റെ സ്ഥാനത്തിന് അർഹനാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, മിസ്രയീം ദേശത്തുള്ള എല്ലാ കടിഞ്ഞൂൽ കുട്ടികളെയും പാതിരാത്രിയിൽ കൊന്നു. ഫറവോവിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി തന്റെ കൽപ്പനയെ കൈക്കൊള്ളാതെ വിലക്കിക്കൊണ്ട് അവനെയും അവന്റെ സേനകളെയും തന്റെ മഹിമ പ്രകാശിക്കുന്നതിനു വേണ്ടി സമുദ്രത്തിൽ മുക്കിക്കൊന്നു. ലേവിയ പുസ്തകം 16-ാം അധ്യായം 1-ാം വരിയിൽ ഇപ്രകാരം പറയുന്നു, തന്റെ സന്നിധിയിൽ വന്ന അഹരോന്റെ പുത്രന്മാരെ 2 പേരെ കൊന്നു. ശമൂയേൽ 1-ാം അധ്യായം പുസ്തകം 25-38 നാബാൻ എന്നവനെ അടിച്ചു കൊന്നു. പിന്നും ഇസ്രയേൽ ജനങ്ങളുടെയും മറ്റു പലരുടെയും ഇടയിൽ അനേകം കലഹങ്ങളെ ഉണ്ടാക്കി വളരെ കൊല ചെയ്തു എന്ന് പറഞ്ഞിരിക്കൊണ്ട് നിങ്ങളുടെ ദൈവം ജീവദ്രോഹിയാണ്, നിങ്ങളുടെ ദൈവം ജനദ്രോഹിയുമാണല്ലോ. എന്തിനാണ് ഈ കടിഞ്ഞൂൽ കുട്ടികളെ കൊന്നത്? എന്തിനാണ് ഇവരെ പരസ്പരം കലഹിപ്പിച്ച് തമ്മിലടിച്ചു കൊന്നത്? 2 പേരെ എന്തിനാണ് മുക്കിക്കൊന്നത്? ഇതെല്ലാം ദൈവീകമായ ഗുണനിലവാരമുള്ളതിന്റെ ലക്ഷണമൊന്നുമല്ലല്ലോ. ഇപ്രകാരം ഉജ്ജ്വലനായ ദൈവമാണ് നിങ്ങളുടെ യഹോവ എങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ നീചകർമ്മം ചെയ്തത്? തന്റെ മഹിമ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ച് തിരിയുന്നവനെന്നും ബൈബിളിൽ പല സ്ഥലത്തും പറഞ്ഞിരിക്കൊണ്ട് നിങ്ങളുടെ ദൈവം വെറും സ്തുതിപ്രിയനായ മനുഷ്യരൂപത്തെയാണല്ലോ കാണിക്കുന്നത്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-27 വരികളിൽ ദൈവം തന്റെ രൂപമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണുന്നു. അപ്പോൾ യഹോവ എന്ന നിങ്ങളുടെ ദൈവം അരൂപിയാണോ സ്വരൂപിയാണോ? അദ്ദേഹം ഒരിക്കലും സ്വരൂപിയല്ല, അരൂപി തന്നെയാണ്. സർവജ്ഞാനിയും സർവവ്യാപിയുമാകണമെങ്കിൽ അദ്ദേഹത്തിന് മനുഷ്യന്റെ ആകൃതി ഉണ്ടായാൽ പറ്റുകയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബൈബിളിനെ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്? നിങ്ങളുടെ ദൈവം തന്നെ നുണയാണല്ലോ പറയുന്നത്. ഇനിയും ബൈബിൾ പുസ്തകത്തിൽ കാണുന്ന യഹോവായുടെ ദുർഗുണങ്ങളെയും ദുരാചാരങ്ങളെയും ദുർവാക്കുകളെയും പറക എന്നു വെച്ചാൽ അധിക വിസ്താരമായി പോകുമെന്നും ഇത്രയും കൊണ്ട് മതിയാകുമെന്നും കരുതി
നിങ്ങളുടെ യഹോവയുടെ ഗുണങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റു വിഷയത്തിലേക്ക് കടക്കാം. ഇനി നിങ്ങളുടെ ബൈബിൾ പറയുന്നു, ജ്ഞാനത്തിന്റെ വടിവിലാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്. ഈ വരിയിലും വലിയ ദോഷമിരിക്കുന്നു. അതായത് ആദി മനുഷ്യനെ ജ്ഞാനത്തിന്റെ രൂപമായിട്ടാണ് സൃഷ്ടിച്ചത് എങ്കിൽ അവന് സ്വാഭാവികമായിട്ടും ജ്ഞാനം പ്രകാശിക്കാതെ ഇരിക്കുമോ? പ്രകാശിച്ചിരുന്നു എങ്കിൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ ഇരിക്കുമോ? അറിഞ്ഞിരുന്നു എങ്കിൽ തന്റെ സ്ത്രീ പിശാചായ സർപ്പത്തിന്റെ കൈവശപ്പെട്ടു പോകുമോ? അവൾ വശപ്പെട്ടു പോയാലും അവളുടെ വാക്കിനെ ഇവൻ കേൾക്കുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് സ്വരൂപമെന്നത് നിങ്ങളുടെ ദൈവം ജ്ഞാനരൂപത്തിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നു വ്യക്തം. മനുഷ്യന് ജ്ഞാനമുണ്ടാകുന്നത് ദൈവത്തിന് കോപമുണ്ടാക്കുന്നതാണ് എന്നുള്ളതും വ്യക്തമാണല്ലോ. ആദവും അവ്വയും സ്വന്തം നഗ്നത മറച്ചുവെച്ചതുകൊണ്ടാണല്ലോ ദൈവം പോലും അവരെ ശപിച്ച് നിങ്ങൾക്ക് വിവേചനമുണ്ടായി എന്ന് ധരിച്ചത്. ഇപ്രകാരം സ്വന്തം സൃഷ്ടി ജനിച്ചപടിയെ നടക്കണമെന്ന് ദൈവം വിചാരിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ കനി തിന്നതിന്റെ ശേഷം മനുഷ്യനുണ്ടായ ഗുണദോഷജ്ഞാനം പോലും നിങ്ങളുടെ ദൈവത്തിൽ എന്നും ഒരു വേള ഉണ്ടെന്നും പറയുന്ന പക്ഷം യഹോവ ഈ കനിയെ എപ്പോഴോ ഒരിക്കൽ തിന്നിട്ടാണ് ഗുണദോഷജ്ഞാനം ലഭിച്ചത് എന്ന് വരുന്നു. അപ്പോൾ യഹോവയ്ക്ക് ഗുണദോഷജ്ഞാനം ലഭിച്ചത് പണ്ടെങ്ങാണ്ടോ ഈ കനി തിന്നിട്ടാണല്ലോ. അതിനു മുമ്പ് അദ്ദേഹവും ഗുണദോഷജ്ഞാനം ഇല്ലാതിരുന്ന ദൈവമായിരുന്നു എന്ന് നിങ്ങളുടെ ബൈബിള് തന്നെ പറയുന്നതിനെ വ്യാഖ്യാനിച്ചെടുക്കാമെന്ന് നിങ്ങൾ അംഗീകരിക്കുമല്ലോ. ആദി പുസ്തകം 3-ാം അധ്യായം 8-ാം വരിയിൽ പകൽ തണുപ്പുള്ള സമയത്ത് തോട്ടത്തിൽ സഞ്ചരിക്കുന്ന യഹോവ എന്നിരിക്കയാൽ യഹോവ ഉച്ചക്കാലത്തെ വെയിലിനെ ഭയപ്പെട്ട് ഇളവെയിലിൽ സുഖത്തിനു വേണ്ടി ലാത്തുന്നവനെന്നും അതുകൊണ്ട് ശീതോഷ്ണ സുഖാദികളെല്ലാം ഉള്ളവനാണെന്നും വ്യക്തമാകുന്നു. അദ്ദേഹം സുഖദുഃഖങ്ങൾക്ക് അതീതനായ ഒരു പ്രപഞ്ച ചൈതന്യമല്ല എന്നുള്ളതും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ ഇവിടെ. ഇനി ഞാൻ ക്രിസ്തു ചരിതത്തെക്കുറിച്ച് അല്പം ചിലത് പറയാം. യേശുക്രിസ്തുവും അല്പം പോലും ദൈവത്വമില്ലാത്ത ആളാണെന്ന് കാണിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു, ഒരു ദൈവത്വവും അദ്ദേഹത്തിൽ ആരോപിക്കേണ്ടതായിട്ടില്ല എന്ന് വ്യക്തമാകും. യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ ലോകപ്രസിദ്ധങ്ങളായ അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സാധാരണ പ്രസിദ്ധങ്ങളായ അത്ഭുതങ്ങൾ എന്തെങ്കിലും അവിടെ സംഭവിക്കുകയുണ്ടായോ? സാധാരണ മനുഷ്യരൂപത്തെ പോലെയല്ലാതെ 4 തല 8 കൈ ഇങ്ങനെ വല്ല വിധവുമായിരുന്നോ യേശുക്രിസ്തുവിന്റെ ജനനം? ജനിച്ചപ്പോൾ തന്നെ എണീറ്റു നടന്ന് ഉപദേശിപ്പാൻ അദ്ദേഹം തുടങ്ങിയോ? വിശപ്പ്, ദാഹം, നിദ്ര, ജലം, മലം ഇവ ഉപാധികളോടുകൂടി അല്ലാതെയാണോ അദ്ദേഹം വളർന്നത്? ഇല്ലല്ലോ. പിന്നെ അദ്ദേഹം ജനിച്ച മുഹൂർത്ത വിശേഷം കൊണ്ട് ആദ്യം തന്നെ മാതാവിങ്കൽ പാതിവൃത്യ ദോഷശങ്ക ആരോപിക്കപ്പെട്ടു. രണ്ടാമത് ആ ദിക്കിൽ അന്നേ ദിവസം 2 വയസ്സിനകം പ്രായമുള്ള 3000 കുട്ടികൾ കൊല്ലപ്പെടുകയും തന്നിമിത്തം ജനങ്ങൾക്കുണ്ടായ വ്യസനാധിക്യം ഹേതുവായിട്ട് ആ ദിക്കു മുഴുവനും ശൂന്യമടഞ്ഞു പോകുകയും ചെയ്തുവല്ലോ. ദൈവപുത്രനാണ് ജനിച്ചത് എങ്കിൽ അതു നിമിത്തം സന്തോഷപ്പെടുവാനുമുള്ള ദിക്ക് മുഴുവനും ഇങ്ങനെ വ്യസനം കൊണ്ടാടുമോ? ഒരിക്കലുമില്ല. ആയതുകൊണ്ട് ക്രിസ്തു തന്നെ അനാദിയായിട്ട് ബന്ധിച്ച് മൂലമല കാരണത്താൽ പൂർവകാലീന കർമാനുസാരമായിട്ട് മായാകാര്യമായ ചർമ്മം, രക്തം, മാംസം, മേധസ്, അസ്ഥി തുടങ്ങിയ സപ്തധാതുക്കളെ കൊണ്ടുണ്ടായ ശരീരത്തെ എടുത്ത് ഗർഭോൽപത്തിയായപ്പോൾ മാതാവിൽ നിന്ന് ജനിച്ചു എന്ന സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നത് മാത്രമല്ലേ യേശുക്രിസ്തുവിനും സംഭവിച്ചിട്ടുള്ളൂ. കൂടാതെ ജനിച്ച സ്ഥലങ്ങളിലും സമീപ പ്രദേശത്തും അലഞ്ഞു തിരിഞ്ഞ് 33-ാമത്തെ വയസ്സിൽ താൻ ചെയ്ത മഹാദോഷങ്ങൾ നിമിത്തം കുരിശിൽ തറയ്ക്കപ്പെട്ട് നിലവിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത വേദനകളോടുകൂടി മരിച്ചതുകൊണ്ടും മറ്റു കാരണങ്ങളാലും അദ്ദേഹം സാധാരണ ജീവന്മാരെക്കാളും ദുഷ്ടജീവനാണെന്നുള്ളത് തെളിവായിരിക്കുന്നു എന്ന് വ്യക്തമാണ്. യേശുക്രിസ്തു തനിക്ക് വിശന്ന സമയത്ത് അത്തിമരത്തിന്റെ അടുത്ത് ചെല്ലുകയും അതിൽ പഴമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അത്തിമരത്തെ ശപിച്ചതും ശരിയായോ? അതിലും വിശേഷമായിട്ടുള്ളത്
താൻ ദൈവദൂതനായിരുന്നു എങ്കിൽ തനിക്കു വേണ്ട പഴത്തെ അത്തിമരത്തിൽ നിന്ന് സൃഷ്ടിച്ച് ജനങ്ങളുടെ സമക്ഷം തന്റെ മഹത്വത്തെ കാണിക്കുന്നതിനു പകരം പാവപ്പെട്ട അത്തിമരത്തെ ശപിച്ചത് എത്ര ഘോരമായ പാപമാണ്! ഇതെന്തൊരു ഭ്രാന്ത്! കഷ്ടം കഷ്ടം! സാക്ഷാൽ സ്വർഗത്തിലിരുന്നപ്പോൾ ഇല്ലാത്ത സർവജ്ഞാനവും വകതിരിവുമാണോ യേശുവിന് ഭൂമിയിൽ വന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഇനിയും ഒന്നുകൂടി പറയട്ടെ. ലൂക്കോസ് 22-ാം അധ്യായം 43-ാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു: ആകാശത്തു നിന്ന് ഒരു ദേവദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ 58-ാം വരിയിൽ ഇപ്രകാരം പറയുന്നു: യേശു യഹൂദന്മാരെ ഭയപ്പെട്ട് ഒളിച്ചു നടന്നു എന്ന് കാണുക കൊണ്ട് യേശുദേവന് അല്ലെങ്കിൽ നിങ്ങളുടെ യേശുക്രിസ്തുവിന് പ്രത്യേകിച്ചും അമാനുഷികമായിട്ട് ഒന്നുമുണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. അദ്ദേഹം യഹൂദന്മാരെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യനിലുള്ള വികാരം മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിൽ പുറത്തു നിന്നൊരു ദൈവദൂതൻ വന്ന് അദ്ദേഹത്തിനെ ബലപ്പെടുത്തേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നുവോ? മത്തായി 26-ാം അധ്യായം 37-ാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു: യേശുനാഥൻ ദുഃഖപ്പെട്ട് അതിവ്യസനപ്പെട്ടു തുടങ്ങി. എന്റെ ആത്മാവ് മരണം വരെയും മഹാദുഃഖപ്പെട്ടിരിക്കുന്നു എന്ന് കാണുകയാൽ യേശു സമബുദ്ധിയുള്ളവനല്ലെന്നും ദുഃഖത്തെക്കുറിച്ച് പേടിയും സുഖത്തെക്കുറിച്ച് ആഗ്രഹവുമുള്ളവനാണെന്നും വന്നുപോകയാൽ യേശു ക്രിസ്തു ഒരിക്കലും നിത്യാനന്ദനല്ല എന്ന് സത്യവേദ പുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ. മത്തായി 27-ാം അധ്യായത്തിൽ 46-ാം വരിയിൽ ഏലി ഏലി ശബക്താനി, അതിന്റെ അർത്ഥം എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടത് എന്ന് യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞതായും കാണുന്നു. ഇതിനാൽ യേശു സാധാരണ മനുഷ്യനെ പോലെ തന്നെ മരണത്തെക്കുറിച്ച് ഭയവും ഭ്രമവുമുള്ളവനായും നിലവിളിച്ചതുകൊണ്ട് വേദന സഹിക്കാൻ ധൈര്യവും ശക്തിയും ഇല്ലാത്തവനായും സർവശക്തനല്ലാത്ത അല്പദേവതയെ സേവിച്ചതുകൊണ്ട് അവസാന കാലത്ത് നിരാധാരനായും തന്റെ വിശ്വാസവും ആഗ്രഹവും വിഫലങ്ങളായി എന്ന് ഭവിച്ചതും തെളിയിക്കുന്നത് യേശു സാധാരണ മനുഷ്യരെ പോലെയുള്ള ഒരു വ്യക്തിയാണെന്നാണല്ലോ. അത് നിങ്ങളുടെ വേദപുസ്തകത്തിലെ വരികൾ തന്നെ സ്പഷ്ടമാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ മറിച്ച് അദ്ദേഹത്തിൽ ദൈവത്വം ആരോപിക്കുന്നത്? യോഹന്നാൻ 10-ാം അധ്യായം 33 മുതൽ 36 വരി വരെ ഇപ്രകാരം പറയുന്നു: യഹൂദന്മാര് യേശുവിനോട് മനുഷ്യനായിരിക്കുന്ന നീ തന്നെ ദൈവമെന്ന് പറയുകയും ദേവനെ ദുഷിക്കുകയും ചെയ്യുന്നു എന്ന് കടന്നു ചോദിച്ചപ്പോൾ അവരോട് യേശുക്രിസ്തു ഇപ്രകാരമാണല്ലോ മറുപടി പറഞ്ഞത്: നിങ്ങൾ ദൈവമാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഞാൻ ദൈവമാണെന്ന് ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല, ദൈവപുത്രനാണെന്നും പറഞ്ഞിട്ടില്ല, ദൈവികമായ എന്തെങ്കിലും കഴിവെനിക്കുള്ളതായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് യഹൂദന്മാരോട് യേശു വളരെ വ്യക്തമാക്കുന്നു. താൻ ദൈവികമായിട്ട് ഒരു കഴിവുമില്ലാത്തവനാണ് എന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും മറിയം എന്ന കന്യകയിൽ ഭർതൃസംയോഗം കൂടാതെ ജനിച്ചതുകൊണ്ട് യേശുവിന് ദേവത്വമുണ്ടെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ യോസഫിന് ഭാര്യയായിട്ട് നിയമിക്കപ്പെട്ടതിനു ശേഷം ഗർഭം ധരിച്ചതുകൊണ്ട് അവനാലാകട്ടെ വേറെ ആകട്ടെ ചേരപ്പെട്ടു തന്നെ ഗർഭം ധരിക്കണമെന്നല്ലാതെ ചേരാതെയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? പുരുഷ സംയോഗമില്ലാതെ ഏതെങ്കിലും സ്ത്രീ ഏതെങ്കിലും കാലത്ത് ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുവാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ? അപ്രകാരം സംഭവിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ വേദപുസ്തകം ശാസ്ത്രീയമാണെന്ന് എപ്രകാരമാണ് പറയാൻ സാധിക്കുക? ഇനി യേശുനാഥൻ ജന്മപാപ സംബന്ധം കൂടാതെ ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നല്ലോ. ആദിമനുഷ്യൻ ചെയ്ത പാപം വിട്ടുപോകാതെ കണ്ട് അവന്റെ സന്തതികളിൽ ചേരുമെന്ന ദൈവനിയമം ഇരിക്കൊണ്ടും യേശു എന്ന ആളും ആ ആദിമനുഷ്യന്റെ സന്തതിയിൽ നിന്നുണ്ടായ മറിയത്തിന്റെ ഉദരത്തിൽ അവളുടെ ശോണിതകാര്യ ശരീരമായ ജനിച്ചവനാകൊണ്ട് ജന്മപാപം സംബന്ധിക്കുമെന്നുള്ളതിലേക്ക് സന്ദേഹമില്ല. അദ്ദേഹം പരിശുദ്ധനാകയാൽ പാപം സംബന്ധിക്കുകയില്ല എങ്കിൽ ജനിക്കുന്നതിന് മുൻപേ പരിശുദ്ധന്മാരായിരിക്കുന്ന ജീവന്മാരെ എല്ലാവരെയും ജനിക്കുമ്പോൾ ജന്മപാപം പിടികൂടുമെന്നതുകൊണ്ട് ദൈവം പക്ഷപാതിയാണെന്ന് വരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ യേശുക്രിസ്തുവും പാപിയുടെ തലമുറയിൽ ജനിച്ചവനാണെന്ന് വ്യക്തമാകുന്നു. ആകയാൽ മറിയം
പുരുഷനോട് ചേരാതെ പുത്രനെ പ്രസവിച്ചു എന്നുള്ളത് ശുദ്ധമേ കള്ളമാകൊണ്ട് അത് ഹേതുവായിട്ട യേശുവിന് ദൈവത്വം സാധിച്ചുകൂടാ. അതൊരു വേള സത്യമെന്ന് കരുതിക്കൊണ്ടാലും മനുഷ്യരിൽ വെച്ച് ഒരു വിശേഷ മനുഷ്യൻ എന്നല്ലാതെ ജനിപ്പിക്കപ്പെട്ട ഉടനെ മഹാദൈവമെന്ന് പറയുന്നത് ശുദ്ധ കള്ളമാണെന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. ദൈവമേ, എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ചും എന്റെ ജീവനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞും മരിച്ചതുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ കൃപയെ അപേക്ഷിച്ചിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാകുന്നു എന്ന് വ്യക്തം. താൻ ദൈവമാകുന്നു എന്ന് യേശു തന്നെത്താനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയുന്നതിന് ബൈബിളിനെ 1000 പ്രാവശ്യം മറച്ചും തിരിച്ചും നോക്കിയാലും ഒരിടത്തും ഒരു മരുന്നിനെങ്കിലും അല്പം പോലും കാണുകയില്ല. അങ്ങനെയിരിക്കെ എങ്ങനെയാണ്, ഏതു പ്രമാണത്തെ അനുസരിച്ചാണ് യേശുവിനെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നത്? താൻ ദൈവമാണെന്ന് തന്നെത്താനെ പറയുന്നതിലേക്ക് യേശുവിന് പ്രിയമില്ലാത്തതുകൊണ്ട് അപ്രകാരം പറയാതിരുന്നു എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, യേശുവിന് പ്രിയമില്ലാത്തതും വിരോധവും താൻ പറഞ്ഞിട്ടില്ലാത്തതുമായ ഈ വിഡ്ഢിത്തം എന്തിനാണ് മറ്റുള്ളവർ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? യേശു ദൈവമാണെന്ന് അങ്ങേര് പോലും പറയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? ബൈബിൾ പ്രകാരം 1850 സംവത്സരത്തിനു മുമ്പിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട്, നിങ്ങളിൽ ചിലർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ അവസാന കാലം വരുമെന്നും അപ്പോൾ ന്യായവിചാരണ ഉണ്ടാകുമെന്നും അതിനെ അവർ കാണുമെന്നും വിവരിക്കുകയുണ്ടായി. അതിന്റെ അർത്ഥം ന്യായവിചാരണയെക്കുറിച്ചോ ലോകാവസാനത്തെക്കുറിച്ചോ യേശുക്രിസ്തു പറഞ്ഞത് മുഴുവനും തെറ്റാണ്. കാരണം അദ്ദേഹം മരിച്ച 1850 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകാവസാനവും ഉണ്ടായിട്ടില്ല, ന്യായവിചാരണയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് പറ്റുന്നതിനേക്കാൾ അബദ്ധമാണ് യേശുക്രിസ്തുവിന് സംബന്ധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ന്യായവിചാരണ കാലവും ഇനിയും ആയിട്ടില്ലാത്തത് കൊണ്ട് യേശു വെറും നുണയാണ് പറഞ്ഞതെന്നു കൂടി നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കും. യൂറോപ്പ് ഖണ്ഡത്തിൽ ഈ വാക്യത്തെ സത്യമെന്ന് വിശ്വസിച്ച് ക്രിസ്ത്യന്മാരിൽ അനേകം പേർ ക്രിസ്തു ജനിച്ച 1000 സംവത്സരത്തിൽ ലോകാവസാന കാലം വന്നുപോയെന്ന് ഭയപ്പെട്ട് പത്രങ്ങൾ എഴുതി എങ്ങും പ്രസിദ്ധപ്പെടുത്തി വന്നതിൽ ഏറെക്കുറെ ടി ഖണ്ഡം മുഴുവനും അക്കാലത്ത് ഇതുതന്നെ ഒരു വലിയ ഘോഷമായിരുന്നു. ഇതിനെ കേട്ടവരെല്ലാം ബന്ധപ്പെട്ട് പാതിരിമാരുടെ അടുക്കൽ ചെന്ന് അഭയം വീണ് ശുശ്രൂഷ ചെയ്തു വന്നു. അക്കാലത്ത് സൈന്യത്തോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരാൾ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നത് കണ്ടിട്ട്, ഓഹോ, ലോകം ആരംഭിച്ചു പോയി, അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ മറയുന്നത്, ഇനി ചെറുതായിട്ട് സമസ്തവും മറഞ്ഞു പോകും എന്ന് നിശ്ചയിച്ച് ഭയപ്പെട്ട് ആ മനുഷ്യനും സൈന്യവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ദിക്കുകളിലേക്ക് ഓടി. ഇത്രയും വലിയ അന്ധവിശ്വാസങ്ങൾ യൂറോപ്പ് മുഴുവനും നടന്നത് നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ശുദ്ധ അസംബന്ധവും തെറ്റും നുണയുമായതുകൊണ്ട് ഇത് പറഞ്ഞതാകട്ടെ നിങ്ങൾ ദൈവമാണെന്ന് പറയുന്ന യേശുക്രിസ്തുവും ഇപ്രകാരം ലോകജനതയെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ച മഹാപാതകമാണ് അദ്ദേഹം. അതെല്ലാം എന്തിനു പറയുന്നു? നാഗരികതയുള്ള ഈ കാലങ്ങളിലും ചില ക്രിസ്ത്യന്മാർ 1881 വർഷം ആ വാക്യത്തെ വിശ്വസിച്ച് ഭയപ്പെട്ടതിനെ എല്ലാവരും അറിഞ്ഞിരിപ്പാനിടയുണ്ടല്ലോ. ഇപ്പോഴും ചില ചെറിയ പത്രികകളിൽ ക്രിസ്തു ഇതാ വരുന്നു, അതാ വരുന്നു, മേഘത്തിൽ നടുവേ വരുന്നു, കള്ളനെ പോലെ വരുന്നു, ഇതാ വന്നുപോയി എന്നിങ്ങനെ എഴുതി ഭയപ്പെടുത്തുന്നുണ്ട്. വിശ്വസിപ്പാൻ ആരുമില്ലെങ്കിലും അവർ അല്പവും ലജ്ജ കൂടാതെ എഴുതുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. അതുമിരിക്കട്ടെ, മേൽ കാണിച്ച ന്യായങ്ങളെ കൊണ്ട് യേശുക്രിസ്തു ദൈവമല്ലെന്നും അദ്ദേഹം മുഖാന്തരം മനുഷ്യർക്ക് ഇഹപര സുഖങ്ങൾ യാതൊന്നും സിദ്ധിപ്പാൻ ഇടയില്ലെന്നും നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് എന്തിനാണ് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞു പരത്തുന്നത്? സത്യം നിങ്ങൾ ബൈബിളിൽ വായിച്ചാൽ മനസ്സിലാകുമല്ലോ. എല്ലാവരുടെയും ഉള്ളിലിരിപ്പിനെയും വരുവാൻ പോകുന്നതിനെയും കുറിച്ച് അറിവുള്ളവനാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്രകാരമാണെങ്കിൽ ഒരു വേള ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന് അന്യഹൃദയ വിചാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളത് വളരെ നിശ്ചയമാണെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വരി തന്നെ വ്യക്തമാക്കുന്നുണ്ട്.
എന്തെന്നാൽ പണവും വാങ്ങിച്ചുകൊണ്ട് യേശുവിനെ കൊല്ലുന്നതിലേക്ക് കാണിച്ചു കൊടുത്തവനായ യൂദാവിന്റെ അവിശ്വാസത്തെ അറിഞ്ഞുകൊള്ളാതെ അവനെ കൂട്ടത്തിൽ ഒരുവനാക്കി വെച്ചുകൊള്ളുകയും അവന്റെ ചതിവിനെ അറിഞ്ഞ തൽക്ഷണം തന്നെ മനസ്സെരിഞ്ഞു പെട്ടെന്ന് അവനെ ശപിക്കുകയും ചെയ്തതുകൊണ്ട് ഇനിയും അവനെക്കുറിച്ച് അത്രയും സമയം വരെ യേശുക്രിസ്തുവിന് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയാണ് വരാൻ പോകുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പിനെയും കുറിച്ച് യേശുക്രിസ്തുവിന് അറിയാമെന്ന് നിങ്ങൾ പറയുന്നത് ശുദ്ധ കള്ളമാണെന്ന് വ്യക്തമാണല്ലോ. ഇനിയും യേശുനാഥൻ പല പ്രകാരത്തിലും അത്ഭുതങ്ങളെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ദൈവം എന്ന് വിചാരിക്കാമല്ലോ. എങ്കിൽ യേശുവിനാൽ ചെയ്യപ്പെട്ട അത്ഭുതങ്ങൾ എന്തെല്ലാമാണെന്നും അതുകളെ യേശു ചെയ്തു എന്ന് പറയുന്നത് സത്യം തന്നെയോ എന്നും ആലോചിച്ചു നോക്കാം. യേശു പിശാചിനെ ജയിച്ച് ഓടിച്ചു എന്ന് കാണുന്നു. പിശാച് എന്നുള്ളത് എന്താണ്, അതാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നറിയുന്നതിലേക്ക് ബൈബിളിനോട് അന്വേഷിച്ചാൽ ആയത് ഈ വിഷയത്തെപ്പറ്റി ഒന്നും പറയാതെ മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ നമുക്ക് സാധിക്കും. യേശു ദൈവമാണെന്ന് വരികിൽ അടുക്കൽ പിശാച് വരുമോ? കണ്ട ഉടനെ ഓട്ടം പിടിക്കുകയോ കാൽക്കൽ വന്ന് നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നുവല്ലോ. മാടൻ, കാളി, അയ്യനാർ, ശിങ്കിലി, ഭൂതത്താൻ മുതലായ ചെറിയ ദേവതകളുടെ സാന്നിധ്യത്തിന് മുമ്പാകെ തന്നെ പിശാച് ഉപദ്രവമുള്ളവർ ചെന്നാൽ അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ, ഇതാ പോകുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് ബാധിക്കപ്പെട്ടവനെ വിട്ടുകളഞ്ഞ് പായുന്ന അടയാളവും കാണിച്ചു പോകുന്നത് നമുക്ക് കാണാം. പിന്നെ ഇപ്രകാരമുള്ള സാധാരണ ദേവതകൾക്ക് മുൻപിൽ പോലും വരാൻ ഭയപ്പെടുന്ന പിശാച് യേശുക്രിസ്തുവിനെ നേരിട്ട് കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെ തടുക്കുവാൻ പോലും ശക്തിയില്ലാത്ത യേശുക്രിസ്തുവിനെ ദൈവപുത്ര സ്ഥാനം ആരോപിച്ച അദ്ദേഹത്തിനെ എന്തിനാണ് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്നത്? മത്തായി 4-ാം അധ്യായം 1-4 വരികളും ലൂക്കോസ് 4-ാം അധ്യായം 13 വരെയുള്ള വരികളും ക്രിസ്തുവിനെ പിശാചു പിടിച്ചെന്നും കുറ്റം ചെയ്യുവാൻ നിശ്ചയിച്ചെന്നും പട്ടിണിയിട്ടെന്നും കാട്, നാട് മുതലായ പല സ്ഥലങ്ങളിലും കൊണ്ടു നടന്നു എന്നും ഉയർന്ന പർവ്വതത്തിൽ കരേറ്റിയെന്നും തന്നെ വന്ദിപ്പാൻ പറഞ്ഞു എന്നും കാണുന്നതുകൊണ്ട് യേശുവിന് പിശാചിനെ തന്റെ അടുക്കൽ വരാതെയാക്കുവാനോ വന്നു പിടിച്ചതിനു ശേഷം തന്നെ ഉപദ്രവിക്കാത്ത വിധത്തിൽ അടക്കി നിർത്തുവാനോ തൽക്ഷണം മാറ്റി ദൂരത്ത് കളയുന്നതിനോ ഒന്നും തന്നെ ശക്തിയില്ലെന്നുള്ളത് വളരെ നിശ്ചയമാകുന്നു. അപ്രകാരമുള്ള യേശുക്രിസ്തുവിന് ഏത് ദൈവികത്വ സ്വഭാവമാണ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്? പിശാച് എന്ന വസ്തുത തന്നെ ശാസ്ത്രീയമായിട്ടില്ലാത്തതാണ്. അപ്രകാരം ഇല്ലാത്തൊരു വസ്തു യേശുവിനെ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ശാസ്ത്രീയമായ ഒരു മതമാണ് യേശുക്രിസ്തുവിൽ ദൈവീകമായ ചൈതന്യം ആരോപിക്കുന്നത് എന്നുള്ളതും സത്യമല്ലാതെയാകുന്നു. ആകട്ടെ, ഇനി യേശു പിശാചിന്റെ പരീക്ഷണങ്ങളിൽ ജയിച്ചോ എന്നും പരീക്ഷകൾ തന്നെ എന്തെല്ലാം ആയിരുന്നു എന്നും നോക്കാം. പിശാച് യേശുവിന് വിശപ്പുണ്ടെന്ന് കണ്ടിട്ട് അല്പവും കൂസൽ കൂടാതെ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ ചൊല്ലുക എന്ന് പറഞ്ഞു. എന്നിട്ടോ യേശു അപ്രകാരം ചെയ്തില്ല. ഭേഷ്, ഭലേ, ഇതാണോ ജയം? യേശു പിന്നെ എന്തു ചെയ്തു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവവായുടെ വരുന്ന സകലവചനത്താലത്രേ എന്ന് പറക മാത്രമേ ചെയ്തുള്ളൂ. ഹാ ഹാ, ഈ അസംബന്ധം പറഞ്ഞതും കല്ലുകളെ അപ്പമാക്കാതിരുന്നതും എന്തുകൊണ്ട്? യേശു 40 ദിവസം ഉപവസിച്ചതിന്റെ ശേഷം വിശന്നു എന്ന് മത്തായി തന്നെ പറഞ്ഞിരിക്കൊണ്ട് വിശപ്പില്ലാഞ്ഞിട്ടായിരുന്നു എന്ന് നിശ്ചയിപ്പാനും പാടില്ല. വിശപ്പിനെ ജയിച്ചിരുന്നു. അതുകൊണ്ടാണ് എങ്കിൽ ഭക്ഷണത്തിന് ഒന്നുമില്ലാതിരുന്ന ആ സമയം നോക്കി വിശപ്പ് പ്രതികൂലമായിട്ട് വരുന്നത് എന്തുകൊണ്ടായിരുന്നു? വന്നാലും യേശു ഉത്തരം പറഞ്ഞതുപോലെ ദൈവവായുടെ വരുന്ന സകല വചനങ്ങളെ കൊണ്ടും അതിനെ തടുത്തുകളയാൻ കഴിയുമായിരുന്നു എങ്കിൽ തന്നെത്താൻ മറന്ന് അത്തിമരത്തിനെ ശപിക്കത്തക്കവണ്ണം ഉണ്ടായ കോപത്തിന് കാരണമായിട്ട് വന്ന വിശപ്പിനെ തടുക്കുന്നതിലേക്ക് ഈ വചനഘോഷത്തെ അന്ന് പ്രയോഗിച്ചു നോക്കാതെ ഇരുന്നത് എന്തുകൊണ്ടായിരുന്നു? അതുകൊണ്ട് യേശു സാധാരണ മനുഷ്യനുള്ള വിശപ്പും ദാഹവും ദ്വേഷ്യവും എല്ലാമുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു എന്ന് സത്യവേദ പുസ്തകമായ ബൈബിള് തന്നെ പറയുന്നുണ്ടല്ലോ.
ആകയാൽ യേശുവിനെ വിശപ്പില്ലാഞ്ഞിട്ടും വിശപ്പിനെ അടുക്കുവാൻ കഴിയുമായിട്ടും വേണ്ടെന്ന് തോന്നിയിട്ടുമല്ല കല്ലിനെ അപ്പമാക്കാഞ്ഞത്. ദിവ്യശക്തി എന്ന് വേണ്ട ഒരു ജാലവിദ്യാശക്തി പോലും ഇല്ലാഞ്ഞിട്ടു തന്നെയാണ് എന്ന് വ്യക്തമാണ്. ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കാട്ടും എന്ന പഴഞ്ചൊല്ലുപോലെ അത്രേ യേശുവിന്റെ ചിലപ്പോഴുള്ള വാക്കുകൾ. പിന്നെ എന്തിനായിരുന്നു പരീക്ഷ? പിശാച് യേശുവിനെ എടുത്തുകൊണ്ടു ചെന്ന് ദേവാലയത്തിലെ മാളിക മുകളിൽ വെച്ചുകൊണ്ട് താഴത്ത് ചാടുക, പാടുകേട്ട് ഒന്നും വരാതെ ദൈവദൂതൻ വന്ന് താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു. എന്നിട്ടോ അപ്രകാരവും ചെയ്തില്ല. ഓഹോ, ഇവിടെ ഒന്നിനൊന്ന് നല്ല ജയമായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്കിലും യേശു മുമ്പിൽ പറഞ്ഞതുപോലെ ഇതിലേക്കും ഉത്തരമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടി എഴുതിയിരിക്കുന്നില്ലയോ എന്നായിരുന്നു പറഞ്ഞത്. ഇതെന്തൊരസംബന്ധം! പിശാചു പറഞ്ഞ പ്രകാരം ചാടാതെ ഇരുന്നത് എന്തുകൊണ്ട്? യേശു ക്ഷമയുള്ളവനാകയാൽ ഇങ്ങനെ ചെയ്യാതെ ഇരുന്നത് എങ്കിൽ ഇത്ര ക്ഷമയുള്ള പുണ്യവാളൻ അന്യായമായിട്ട് ചില സമയങ്ങളിൽ ചിരെ ശപിക്കുകയും ക്രൂരവാക്ക് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിന് മലമുകളിൽ നിന്ന് ചാടി തന്റെ ദൈവത്തോടുള്ള വിശ്വാസം ഉറപ്പിക്കാമായിരുന്നു. അത് ചെയ്യാതിരിക്കാൻ കാരണം യേശുക്രിസ്തുവിന് തന്റെ ദൈവത്തോടും വിശ്വാസമില്ലായിരുന്നു എന്നുറപ്പാണ്. അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ പിശാചിന്റെ മുമ്പിൽ താൻ ചാടിയതുപോലെ കാണിക്കാമായിരുന്നു. അതും യേശുക്രിസ്തു ചെയ്തില്ല. മറിച്ച് പിശാചിനെ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്താമായിരുന്നു. അതിനും യേശുക്രിസ്തുവിന് സാധിച്ചില്ല. കാരണം യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. പിന്നെയും യേശുവിനെ പമ്പരം പോലെ കറക്കിയെടുത്തൊരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുചെന്ന സകല രാജ്യങ്ങളെയും കാണിക്കുകയും തന്റെ പാദങ്ങളിൽ നമസ്കരിച്ചാൽ ഇതുകളെല്ലാം നിനക്ക് തരാമെന്ന് പറയുകയും ചെയ്തു. യേശു കിടന്ന് ഭയപ്പെട്ടു കുടുങ്ങി വിലപിച്ച് ഭ്രാന്ത് പറക മാത്രമേ അപ്പോഴും ചെയ്തുള്ളൂ. പിന്നെ ഭയം കൊണ്ട് എന്തെല്ലാം ഗോഷ്ഠികൾ പിശാചിന്റെ മുൻപാകെ കാണിച്ചിരിക്കുമെന്ന് അവർക്ക് രണ്ടുപേർക്കും തന്നെ അറിയാം. അതും ഇരിക്കട്ടെ, പിശാചിനെ ജയിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു എങ്കിൽ ജയവീരനെന്നും ലോകരക്ഷകനെന്നും വിശ്വസിച്ചു കൊള്ളാമായിരുന്നു. ഇവിടെ വാസ്തവമായിട്ട് പറയണമെങ്കിൽ യേശു പിശാചിനെ ജയിക്കുകയല്ല ഉണ്ടായത്, പിശാചി യേശുവിനെ ജയിക്കുകയായിരുന്നു. ആകയാൽ പിതാവ്, പവിത്രാത്മാവ്, പുത്രൻ ഈ മൂന്നു പേരും പരീക്ഷകനായ പിശാചിനേക്കാൾ ശക്തി കുറഞ്ഞവരെന്ന് നല്ലതിൻവണ്ണം തെളിയുന്നു. ഇങ്ങനെ പിശാചിനോട് തോറ്റവർ ദൈവമാണ് പോലും. അതെ, ഇദ്ദേഹം നല്ല സമർത്ഥൻ തന്നെ. ഇദ്ദേഹം പിശാചിനെ ജയിച്ച ജയമേ ജയം. ഇദ്ദേഹം മലയിൽ നിന്ന് ചാടിയ ചാട്ടമേ ചാട്ടം. ഇദ്ദേഹം കല്ലിനെ അപ്പമാക്കിയ മിടുക്കേ മിടുക്ക്. അടേ അപ്പ, എന്തത്ഭുതം! അയ്യോ, തന്റെ വാക്കുകളെ കേൾക്കാത്ത യേശുവിനെ അപജയപ്പെടുത്താതെ പാവമെന്നും ചൊല്ലി വിട്ടുകളഞ്ഞ പിശാചല്ലയോ യഹോവയേക്കാളും കൃപയുള്ളവൻ. ഇനി യേശു വെള്ളത്തിൽ നടന്നു എന്ന് പറയുന്നത് പക്ഷേ സത്യം തന്നെ ആയിരുന്നാലും ആയത് ഒരു അതിശയമല്ല. ഇക്കാലത്ത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ തക്കതായ ജലസ്തംഭം എന്ന് പറയപ്പെടുന്ന ഒരു ജാലവിദ്യ മാത്രമാണത്. ഇനി ജാലവിദ്യക്കാരും വൈദ്യന്മാരും മെസ്മറിസക്കാരും ഇക്കാലങ്ങളിൽ ചെയ്യുന്നതായ ചില ചെറിയ വിശേഷങ്ങൾ പോലെ യേശുവും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവകൾ നിസ്സാരങ്ങളാകയാൽ ഇവിടെ വിവരിക്കുന്നുമില്ല. ഇനി യേശു ജനങ്ങളുടെ സകല പാപങ്ങൾക്കും ബലിയായിട്ട് മരിച്ചതുകൊണ്ട് ദൈവം എന്ന് പറയാം എങ്കിൽ ഏതു ദൈവത്തിന് ആരാണ് യേശുവിനെ ബലിയായിട്ട് കൊടുത്തത്? കുറ്റം ചെയ്ത യേശുവിനെ യഹൂദന്മാർ പിടിച്ചു കൊന്നുകളഞ്ഞു, അല്ലാതെ ഒരിക്കലും ബലിയായതല്ല. അദ്ദേഹം കുറ്റക്കാരൻ അല്ലാഞ്ഞു എങ്കിൽ യഹൂദന്മാർ കൊല്ലുകയും ഇല്ലായിരുന്നല്ലോ. അത്രയുമല്ല, പാപബലിയായിട്ട് മരിക്കുന്നതിലേക്ക് മനസ്സോടുകൂടി അവതരിച്ചവനാണെങ്കിൽ താൻ നേരെ യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമാക്കാതെ ഗൂഢമായിട്ട് സഞ്ചരിച്ചത് എന്തിനാണ്? ഗൂഢമായിട്ടല്ലായിരുന്നു എങ്കിൽ യോഹന്നാൻ 11-ാം അധ്യായം 57-ാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നത് ശ്രദ്ധിക്കുക. മഹാപുരോഹിതരും പരിസരരും യേശു ഇരിക്കുന്ന സ്ഥലത്തെ ആരെങ്കിലും അറിഞ്ഞാൽ തെര്യപ്പെടുത്തണമെന്ന് ഉത്തരവ് കൊടുത്ത് അന്വേഷിപ്പിക്കുകയും ചെയ്തല്ലോ. എന്നിട്ടും കാണാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? അതിനാൽ
ജനങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു ഗൂഢമായിട്ടു തന്നെയാണ് സഞ്ചരിച്ചതെന്നു നിശ്ചയമാണ്. മരണഭയം നിമിത്തം അദ്ദേഹം പുറമേ ലോകത്തിലേക്ക് വരികയും ചെയ്തിരുന്നില്ല. സ്വയം ബലിയർപ്പിക്കാനായിരുന്നു എങ്കിൽ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും അദ്ദേഹം എന്തിനാണ് നടന്നത്? യോഹന്നാൻ 11-ാം അധ്യായം 53-54 വരികൾ ശ്രദ്ധിക്കുക. അന്നു മുതൽ അവർ യേശുവിനെ കൊല്ലുവാൻ ആലോചന ചെയ്തുകൊണ്ടുവന്നതിനാൽ യേശു പ്രസിദ്ധമായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ സഞ്ചരിക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരയിൽ എഫ്രായിം എന്ന നഗരത്തിലേക്ക് വാങ്ങി. അവിടെ ശിഷ്യന്മാരുമായി പാർത്തു എന്നും യോഹന്നാൻ 8-ാം അധ്യായം 58-59 വരികളിലൂടെ യഹൂദന്മാർ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ ഒളിച്ചുപോയി കളഞ്ഞെന്നും മലയുടെ വക്കിൽ കൊണ്ടുചെന്ന് തലകീഴായി താഴത്തു തള്ളുന്നതിന് യഹൂദന്മാർ ഭാവിച്ചപ്പോൾ ഒളിച്ചോടിയെന്നും എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഹേ ക്രിസ്തീയ പ്രാസംഗികളെ, യേശു സ്വയം അർപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഒരു ബലിമൃഗവുമായിരുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ സ്വയം ബലിയർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി നിന്നുകൊടുത്തിരുന്നു എങ്കിൽ ഇപ്രകാരം ഓടിയും ചാടിയും മറ്റുള്ളവർ കാണാതെ രക്ഷപ്പെടാനുള്ള സാധാരണ മനുഷ്യരുടെ എല്ലാ വിക്രിയകളും അദ്ദേഹം ചെയ്തതെന്തിനാണ് എന്നുള്ളതിന് ഉത്തരം ബൈബിളിൽ കാണുന്നുമില്ല. ആകപ്പാടെ പിതാവ് തന്നെക്കുറിച്ച് ഇന്ന പോലെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ആ സ്ഥിതിക്ക് അപ്രകാരമേ ഭവിക്കൂ എന്നും ഉള്ള ഒരറിവും വിശ്വാസവും യേശുവിനുണ്ടായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഒളിച്ചു നടക്കുകയില്ലായിരുന്നു. അല്ലാത്ത പക്ഷം യേശുവിനെ കാണിച്ചു കൊടുത്ത യഹൂദാവിനെ അനുഗ്രഹിക്കാതിരുന്നതും മത്തായി 26-ാം അധ്യായം 24-ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിച്ചില്ലെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്നിങ്ങനെ യേശു ശാപമായിട്ട് പറഞ്ഞതും എന്തിനായിരുന്നു? യഹൂദായുടെ ഈ ദ്രോഹപ്രവൃത്തിയെപ്പറ്റി അവൻ ശാസിക്കപ്പെട്ടില്ലെന്നും വരാതെയിരിക്കാൻ വേണ്ടി ആയതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് എങ്കിൽ യഹൂദായെ ഇപ്രകാരം നിന്ദ്യമായി ക്ഷോഭിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. താൻ സ്വയം ഒരു ബലിമൃഗമായിരുന്നു എങ്കിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതും പിതാവിന് വേണ്ടിയാണെങ്കിൽ സന്തോഷത്തോടുകൂടി താൻ കുരിശിലേറുകയല്ലേ വേണ്ടിയിരുന്നത്? അതൊന്നുമായിരുന്നില്ല വസ്തുത. സാധാരണ മനുഷ്യനായ യേശുവിനെ യഹൂദന്മാര് ശിക്ഷിക്കാൻ പോയപ്പോൾ അതിൽ ഭയപ്പെട്ട് മരണവേദന അനുഭവിച്ച് ദുഃഖിച്ച് അദ്ദേഹം പലരെയും ശപിക്കുകയും ദേഷ്യപ്പെടുകയും നിന്ദ്യമായി പ്രവർത്തിക്കുകയും വാക്കുകൾ ഉപയോഗിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. ഇനിയും യേശുവിന്റെ കഷ്ടതയ്ക്ക് കാരണം യഹൂദാവിന്റെ കാട്ടിക്കൊടുക്കലോ പിതാവിന്റെ നിശ്ചയിക്കലോ അതോ രണ്ടും കൂടിയോ? യഹൂദാവിന്റെ കാട്ടിക്കൊടുക്കലാണെങ്കിൽ പാപബലിയല്ലെന്ന് നിശ്ചയമാണ്. പിതാവിന്റെ നിശ്ചയിക്കലാണെങ്കിൽ അതിനനുകൂലമായി കാണിച്ചു കൊടുക്കലിനെ ചെയ്ത യഹൂദാവിനെ ഒരിക്കലും ദ്രോഹിയാണെന്ന് പറയുകയും നരകത്തിൽ തള്ളുകയും ചെയ്തുകൂടാ. രണ്ടും കൂടിയാണെങ്കിൽ ഒന്ന് ഗുണമെന്നും ഒന്ന് ദോഷമെന്നും പറയുന്നത് വലിയ അന്യായമാണ്. അതിനാൽ യേശുക്രിസ്തു ഭയപ്പെട്ട് ഒളിച്ചു നടന്ന തന്നെ കാണിച്ചു കൊടുത്തതിലുണ്ടായ സങ്കടം കൊണ്ട് മനസ്സരിഞ്ഞ യഹൂദായെ ശപിച്ചത് തന്നെയാണ്. ഈ ന്യായങ്ങളെല്ലാം കൂടി നിരത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. യേശുക്രിസ്തു പാപബലിയായിട്ടല്ല മരിച്ചത്. അപ്രകാരം ഒരു സങ്കല്പമേ അന്ന് നിലനിന്നിരുന്നില്ല. ഇല്ലാത്ത പാപബലി ദൈവത്തിന്റെ തന്നെ സൃഷ്ടിയായ യേശുക്രിസ്തുവിനെ ദൈവം തന്നെ കൊന്ന് തന്നിലേക്ക് എടുക്കുക എന്ന് പറയുന്നതും ശാസ്ത്രീയവുമല്ല ആത്മീയവുമല്ല എന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വിചാരിക്കണമെങ്കിൽ അപ്പോൾ ഉണ്ടായിരുന്നവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴിരുന്ന യഹൂദന്മാരെല്ലാവരും ക്രിസ്തു ഉയർത്തെഴുന്നു എന്ന് ഘോഷിക്കുന്നത് ശുദ്ധമേ അസത്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു വരുന്നു, ഇനി ക്രിസ്തുവിന് സാധകമായി പറയുന്ന ബൈബിൾ കൊണ്ട് തന്നെ നോക്കാം. ബൈബിൾ ആചാര്യന്മാരിൽ ഒരുത്തരും യേശു ഉയർത്തെഴുന്നേറ്റതിനെ നേരെ കണ്ടതായി പറയുന്നില്ല. പിന്നെയോ അവൻ കണ്ടു, ഇവൾ കണ്ടു എന്നെല്ലാം അന്യന്മാരുടെ മേൽ പഴി ചുമത്തുന്നതേയുള്ളൂ. ഓ ശരി തന്നെ, അവർ കാണാത്തതിനെ എങ്ങനെയാണ് കണ്ടതായിട്ട് പറയുന്നത്?
ഇതാ ശ്രദ്ധിക്കുക, മത്തായിയുടെ വരികള് 28-ാം അധ്യായം 17-ാമത്തെ വരിയില് 11 ശിഷ്യന്മാരും യേശുവിനെ ഗലീലായിൽ കണ്ടു വന്നിച്ചു. എന്നാൽ ചിലർ സന്ദേഹപ്പെടുകയും ചെയ്തു. ഈ 11 പേരിൽ മത്തായിയും ഒരുവനാണ്. ഇയാൾ സന്ദേഹപ്പെട്ടവരിൽ ഒരുത്തൻ തന്നെയോ അല്ലയോ എന്നറിയുന്നില്ല. ഇയാൾ വാസ്തവത്തിൽ കണ്ടിരുന്നു എങ്കിൽ താൻ കണ്ടു എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതിനാൽ ഇയാളും സന്ദേഹിച്ചവരിൽ ഒരുവൻ തന്നെയാണ്. എന്നാൽ ചില ശിഷ്യന്മാരെങ്കിലും സംശയിപ്പാൻ എന്താണ് കാരണം? കണ്ടത് യേശുവിനെ അല്ലയോ? വളരെ നാൾ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് യേശുവിനോടുകൂടി സഞ്ചരിച്ച പ്രധാന ശിഷ്യന്മാര് പോലും സംശയിച്ചു വിശ്വസിക്കാതെയും ഇരിക്കുന്ന സ്ഥിതിക്ക് 1855 സംവത്സരങ്ങൾക്ക് മുൻപ് ക്രിസ്തു ഉയർത്തെഴുന്നു എന്ന് പറയുന്നതിനെ നാം എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അല്ലാതെയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞവരായി മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവർ 4 പേരും അന്യോന്യം വിരോധമായി പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ബൈബിളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന വരികള്: പ്രഭാതകാലത്ത് ഇരുട്ടുള്ളപ്പോൾ മഗ്ദലനാക്കാരി മറിയാൾ യേശുവിന്റെ കല്ലറയ്ക്ക് പോയി. ഇതിനെക്കുറിച്ച് മത്തായി പറയുന്നത് ഉഷസ്സിന് മഗ്ദലൂർ മറിയായും വേറെ മറിയായും 2 പേരുണ്ടായിരുന്നു, കല്ലറയ്ക്ക് പോയി. മാർക്കോസ് പറയുന്നത് ശ്രദ്ധിക്കുക: അതികാലത്ത് സൂര്യോദയത്തിങ്കൽ മഗ്ദലന മറിയായും യാക്കോബിന്റെ അമ്മയായ മറിയാളും സാളമേ എന്നവരും 3 പേര് കല്ലറയ്ക്ക് പോയി. എത്രയും പ്രഭാതത്തിൽ മഗ്ദലൂർ മറിയാളും വേറെ സ്ത്രീകളും കല്ലറയിലേക്ക് പോയി. ഇപ്രകാരം 4 പേരും 4 രീതിയിലാണ് പറയുന്നത്. മത്തായി പറയുന്നത് ശ്രദ്ധിക്കുക: യേശുവിന്റെ കല്ലറയിന്മേൽ കല്ലിരിക്കുന്നതായിട്ട് ഈ സ്ത്രീകൾ കണ്ടു. അപ്പോൾ ദൈവദൂതൻ വാതിലിലിരുന്ന കല്ലിനെ മറിച്ച് തള്ളിയും വെച്ച് അതിന്മേലിരുന്നു. ഇനി മാർക്കോസ് പറയുന്നത് ശ്രദ്ധിക്കുക: സ്ത്രീകൾ കണ്ടപ്പോൾ കല്ലറയിൽ മേൽ കല്ലില്ലായിരുന്നു. അപ്പോൾ ഒരു യുവാവ്, ദൈവദൂതൻ അല്ല അദ്ദേഹം, കല്ലിന്മേൽ ഇരിക്കുന്നതിനെ കണ്ടു. ഇനി മാർക്കോസ് അതേ വരി എന്താ പറയുന്നത്? 2 മനുഷ്യർ നിൽക്കുന്നതിനെ അവർ കണ്ടു. ഇവിടെ മത്തായി, മാർക്കോസുകൾ പറഞ്ഞ ദേവദൂതനെയോ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നതിനെയോ ഇവർ കണ്ടില്ല. ഇനി യോഹന്നാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക: സ്ത്രീകൾ 2 ദൂതന്മാരെ ഇരുന്നതായിട്ട് കണ്ടു. മത്തായി പറഞ്ഞ ഒരു ദേവദൂതനെയോ, മാർക്കോസ് പറഞ്ഞ ഇരുന്നിരുന്ന യുവാവിനെയോ, ലൂക്കോസ് പറഞ്ഞ നിന്നിരുന്നവരായ 2 മനുഷ്യരെയോ ഈ സ്ത്രീകൾ കണ്ടില്ല. ഇനി ലൂക്കോസിന്റെ വരികൾ: പിന്നെ സ്ത്രീകൾ ഈ വിഷയങ്ങളെപ്പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞു. അതേ അവസ്ഥയെക്കുറിച്ച് മാർക്കോസ് 16-ാം അധ്യായം 8-ാമത്തെ വരിയിൽ പറയുന്നു: സ്ത്രീകൾ ഭയന്ന് ഒരുത്തരോടും പറഞ്ഞില്ല. മത്തായി അതിനെക്കുറിച്ച് പറയുന്നു: സ്ത്രീകൾ ശിഷ്യന്മാരെ അറിയിക്കാൻ പോകുമ്പോൾ യേശുവിനെ കണ്ടില്ല. മത്തായിയുടെ വരി: മഗ്ദലൂർ മറിയ യേശുവിനെ കണ്ടയുടനെ യേശുവിന്റെ കാലിനെ തൊട്ടു വണങ്ങി. യോഹന്നാൻ 20-ാം അധ്യായം 17-ാം വരിയിൽ പറയുന്നു: മഗ്ദലൂർ മറിയ യേശുവിനെ തൊട്ടില്ല. യോഹന്നാൻ പറയുന്നു: ആദ്യം മഗ്ദലൂർ മറിയ കാണപ്പെട്ടു. ലൂക്കോസിന്റെ 24-ാം അധ്യായം 50-51 വരികളിൽ ഇപ്രകാരം പറയുന്നു: യേശു ബെത്തനയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി. അപ്പോസ്തലൻ 1-ാം അധ്യായം 9-12 വരികൾ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു ഒലീവ എന്ന മലയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി. യോഹന്നാന്റെ വരികൾ ഇപ്രകാരം പറയുന്നു: യേശു 11 ശിഷ്യന്മാർക്കും ജെറുസലേമിൽ വെച്ച് ആദ്യ പ്രാവശ്യം ദർശനമുണ്ടാക്കി. മത്തായിയുടെ വരികൾ ഇപ്രകാരം പറയുന്നു: 11 ശിഷ്യന്മാർക്കും ഗലീലായിൽ വെച്ച് യേശു ആദ്യ പ്രാവശ്യം കാണപ്പെട്ടു. മത്തായിയുടെ 12-ാം അധ്യായം 40-ാമത്തെ വരി ഇപ്രകാരം പറയുന്നു: യേശു കല്ലറയിൽ 3 പകലും 3 രാവും ഇരിക്കും എന്ന് യേശു പറഞ്ഞു. മാർക്കോസ് 14-ാം അധ്യായം 25 മുതൽക്ക് 42-46 വരെയുള്ള വരികളിൽ ഇപ്രകാരം പറയുന്നു: യേശു കല്ലറയിൽ 1 പകലും 2 രാവും ഇരുന്നു. ഈ 4 പേരും പരസ്പര വിരുദ്ധങ്ങളായി ഇങ്ങനെ എഴുതിയിരിക്കൊണ്ട് ഒരിക്കലും വിശ്വസിക്കത്തക്കവയല്ല ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വളരെ വ്യക്തമാണ്. ഇപ്രകാരം കൈവിട്ടുകളഞ്ഞ സ്ഥിതിക്ക് വേറെ ഇനി എന്തോ ഒന്നാണ് ഇതിലേക്ക് ആധാരമായിട്ടുള്ളത് എന്ന് വ്യക്തം. അതായത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്നും തന്നെ സത്യമല്ല.
പരസ്പരം വിരുദ്ധങ്ങളായ വരികളാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തന്നെ പറയുന്നത്. എണ്ണത്തിലും വണ്ണത്തിലും സമയത്തിലും സംഭവത്തിലും എല്ലാം തന്നെ പരസ്പര വിരുദ്ധമായിട്ടും ഞങ്ങൾ കണ്ടു എന്ന് ഒരുമിച്ച് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് എന്ന് വ്യക്തമാണല്ലോ. ഇനി മറ്റൊരു വാദമുണ്ടെന്ന് വിചാരിക്കുക. അവർ 4 പേരും ഇപ്രകാരം വിരുദ്ധങ്ങളായിട്ട് പറഞ്ഞു എന്നു വരികിലും അവരിൽ ഒരുത്തനെങ്കിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് ചില ക്രിസ്ത്യന്മാർ പറയുന്നു. എങ്കിൽ ഇതിലേക്ക് ഒരു ദൃഷ്ടാന്തം പറയാം. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ഷാപ്പിൽ കട്ടിലിന്മേൽ കാലത്ത് 6 മണിക്ക് ഒരു കാക്കയെ, വെളുത്ത കാക്കയെ ഒരാൾ കണ്ടു. മറ്റൊരാള് അതേ കാക്കയെ ശ്രീകാര്യത്ത് മറ്റൊരു സമയത്ത് കണ്ടു. അതേ കാക്കയെ മൂന്നാമതൊരാൾ ഇതേ സമയത്ത് തന്നെ കഴക്കൂട്ടത്തും കാണുകയുണ്ടായി. 4മത്തെ ഒരാൾ അതേ വെളുത്ത കാക്കയെ ശങ്കിൻ മുഖത്തും കൊട്ടാരത്തിലും ഇരിക്കുന്നതായിട്ടും കണ്ടു എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. ഇതിന്റെ സത്യാവസ്ഥ വളരെ വ്യക്തമാണ്. ഒരേ കാക്ക 4 പേർക്ക് ഒരേ സമയത്ത് 4 സ്ഥലത്ത് കാണാൻ സാധ്യമല്ല എന്ന് വരികിലും ഇവരാരും തന്നെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അതിനപ്പുറം മറ്റൊരു കാര്യം, ഈ 4 പേരും വെള്ളക്കാക്ക ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വെള്ളക്കാക്കയുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുകയാണെങ്കിൽ അത് പരിഹസിക്കുകയല്ലാതെ കളിയാക്കുകയല്ലാതെ പിന്നെ എന്താണ് നിവൃത്തി? 4 സ്ഥലങ്ങളിൽ 4 വ്യക്തികൾ ഒരേ സമയത്ത് ഒരേ വെള്ളക്കാക്കയെ കണ്ടത് ശരിയല്ല എങ്കിൽ പോലും വെള്ളക്കാക്കയില്ല എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വെള്ളക്കാക്കയുണ്ട് എന്ന് നിശ്ചയിക്കാനുള്ള യുക്തിയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാത്തത് കൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന നിയമത്തിലേക്കും ന്യായത്തിലേക്കും വന്നു ചേരുന്നത്. ഇത്രയുമല്ല, അവസാനം യേശുവിനെ പിടിച്ചിരുന്നവർ അവനെ പരിഹസിച്ച് തല്ലി കണ്ണുമൂടിക്കെട്ടി മുഖത്തടിച്ചേച്ച് നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ചതിന്റെ ശേഷം യേശുവിന് പറയാൻ കഴിഞ്ഞില്ല. ഏറോദേസ് രാജാവ് യേശുവിനെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി വല്ലതും ഒരത്ഭുതം ചെയ്തു കാണിപ്പാൻ പറഞ്ഞിട്ട് അതിനും യേശുക്രിസ്തുവിന് കഴിഞ്ഞില്ല. എന്നിട്ടാണ് തൂക്കിലിടുവാൻ നിയമിച്ചത്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഇവൻ ഇസ്രായേൽ രാജാവെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടും താൻ പ്രേതം പോലെ നിലനിന്നതല്ലേ ഉള്ളൂ. കല്ലേറുകൊള്ളുമെന്ന് തോന്നിയപ്പോഴും മലവക്കിൽ നിന്ന് തള്ളപ്പെടാൻ നേരത്തും ശിഷ്യന്മാരോടും സമാധാനം പറഞ്ഞേച്ചും ഭയന്ന് ഒളിച്ചോടിയപ്പോഴും അതിനെ ദിവ്യശക്തി കൊണ്ട് മറഞ്ഞുകളഞ്ഞതാണെന്നല്ലയോ നിങ്ങൾ പറയുന്നത്? എന്നാൽ ആ ദിവ്യശക്തി ഈ സമയത്ത് എവിടെ പോയി? യേശുവിന് ഒളിച്ചുള്ള സഞ്ചാരം പതിവായിരുന്നു. ചിലപ്പോൾ ശത്രുക്കൾ വല്ലവരും പിടികൂടിയാലും വല്ലവിധവും ആൾക്കൂട്ടത്തിൽ പതുങ്ങി ഒളിച്ചോടുക പലപ്പോഴും ഉണ്ടായതിനാൽ ഒരിക്കൽ അവർ വളരെ താൽപര്യപ്പെട്ട് പിടികൂടുകയാണ് ഉണ്ടായത്. അപ്പോഴകപ്പെട്ടും പോയി. അങ്ങനെയാണ് അവസാനത്തെ ദിവസം യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയത്. ഒരു കാരണവശാലും അദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്രകാരം കളിയാക്കുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുമ്പോഴുമെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിലെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിന് നിരത്താമായിരുന്നു. ഇനി ആകട്ടെ, മേൽപ്പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം യേശു ചെയ്തതായിട്ട് നോക്കാം. എന്നാലും ദൈവമെന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ മോശ, യോശുവ, ഏലീശ, എലിയ മുതലായവരും ഇതുപോലെ തന്നെ അനേകം അത്ഭുതങ്ങളെ ചെയ്തതായിട്ടും നിങ്ങളുടെ ബൈബിൾ ഘോഷിക്കയാൽ അവരെയും പ്രത്യേകം ദൈവമെന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് യേശുക്രിസ്തുവിന് കുറെ ജാലവിദ്യകൾ അറിയാമെന്നല്ലാതെ, ചിലപ്പോൾ വളരെ ബാലിശമായ വിദ്യകൾ അറിയാമെന്നല്ലാതെ അദ്ദേഹം ദൈവത്തിന്റെ ദൂതനോ ദൈവത്തിന്റെ പുത്രനോ അല്ല എന്ന് ബൈബിൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാകുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഹേ ക്രിസ്തീയ പ്രാസംഗികരെ, ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. മരിച്ചുപോയ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ഈ പ്രബല ന്യായങ്ങൾ കൊണ്ട് സ്ഥാപിക്കുവാൻ വളരെ എളുപ്പമാണ്. ഇനി മരിച്ചതിന്റെ ശേഷം ഏത് സ്ഥിതിയിലായിരിക്കാം എന്നുള്ളതിനെ ബൈബിളിലെ ന്യായങ്ങളെ കൊണ്ട് തന്നെ ചിന്തിച്ചു നോക്കാം. പാപികൾക്കെല്ലാവർക്കും നരകമാകുന്നു നിത്യവാസസ്ഥലം. എന്നാൽ യേശുവാകട്ടെ
എല്ലാവരുടെയും സകല പാപങ്ങളെയും ഏറ്റുപോയതുകൊണ്ട് എല്ലാ പേരേക്കാളും മഹാപാപിയും അത് ഹേതുവായിട്ട് തിടിനെന്നും നരകത്തിൽ പോയി വീഴുന്നതിലേക്കു മാത്രമല്ലാതെ മറ്റൊന്നിനും യോഗ്യതയില്ലാത്തവനുമാകുന്നു. ആയതുകൊണ്ട് യേശു നരകത്തിൽ തന്നെ പതിച്ചിരിക്കുമെന്ന് ഉറപ്പായിട്ട് നിശ്ചയിക്കേണ്ടതാണ്. എന്നു തന്നെയുമല്ല, ഇതിനനുസരണമായിട്ട് ക്രിസ്തു മരിച്ചതിന്റെ ശേഷം പാതാളത്തിൽ ഇറങ്ങി എന്നും കൂടി അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കൊണ്ട് സന്ദേഹമില്ല. ക്രിസ്തു നരകത്തിൽ തന്നെ പോയിരിക്കുന്നു എന്ന് തീർച്ചയായിരിക്കുന്നു. ഇപ്രകാരം സ്വയം നരകത്തിൽ പോയിരിക്കുന്ന യേശു ക്രിസ്തുവിന് പാപികളായ നിങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കാൻ സാധിക്കുക? അവനവനെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരുവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശുദ്ധ അബദ്ധമല്ലേ? നിങ്ങളുടെ ബൈബിളിൽ തന്നെ അപ്രകാരം സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്തവന് മറ്റുള്ളവനെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയും നരകത്തിൽ പോയവർക്ക് തിരിച്ചു കരേറ്റമില്ലെന്നും നിങ്ങൾ തന്നെ സിദ്ധാന്തമായിട്ട് പറയുന്നതുകൊണ്ട് നരകത്തിൽ പോയവനായ യേശുവും അപ്രകാരം തന്നെ മടങ്ങി കരേറിയിട്ടില്ലെന്ന് നിശ്ചയിക്കുന്നതിനേ ന്യായമുള്ളൂ. ഇതിലേക്ക് അനുകൂലമായിട്ട് യോഹന്നാൻ 20-ാം അധ്യായം 17-ാം വരി ഒന്ന് വായിച്ചു നോക്കുക. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഇതുവരെയും കരേറിപ്പോയിട്ടില്ല എന്നിങ്ങനെ പ്രമാണവും സിദ്ധിച്ചിരിക്കുകയാൽ സംശയമില്ല മോക്ഷത്തിൽ പോയിട്ടില്ലെന്നും കൂടി തീർച്ചയായി. അപ്പോൾ മോക്ഷത്തിൽ വ്യാപിക്കാത്ത സ്ഥിതിക്കും എങ്ങും വ്യാപിച്ചിരുന്നു എന്നും പറയാനും പാടില്ല. അതുകൊണ്ട് തന്റെ യോഗ്യതയ്ക്ക് തക്കവണ്ണം ചെന്നു തീർന്ന സ്ഥാനവും ആരായാലും ശരി ചെന്നകപ്പെട്ടവർക്ക് ഒരു കാലത്തും മോചനമില്ലാത്ത സ്ഥലവുമായ നിത്യനരകത്തിൽ തന്നെ അടങ്ങിക്കിടക്കുന്നു യേശുക്രിസ്തു എന്നല്ലാതെ വേറെ ഒരു വിധത്തിലും പറയുന്നതിലേക്ക് യുക്തിസഹമായ ഒരു തെളിവും ബൈബിൾ നിരത്തുന്നില്ല. അപ്രകാരം സ്വയം നിത്യനരകത്തിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ ആണയിട്ട് നിങ്ങൾ പ്രഭാഷണം നടത്തി പാപികളല്ലാത്ത വ്യക്തികളുടെ പാപം പോലും യേശുവിൽ അർപ്പിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? നിത്യനരകത്തിൽ കിടക്കുന്ന ആർക്കെങ്കിലും സ്വയം രക്ഷപ്പെടാനോ യേശുവിലൂടെ രക്ഷപ്പെടുത്താനോ സാധിക്കുകയില്ല എന്നുള്ളത് ശാസ്ത്രീയമായ വസ്തുത മാത്രമാണല്ലോ. ആയതിനാൽ കർത്താവ്, ദൈവം, മഹാദൈവം, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, സത്യദൈവം, വചനമാകുന്ന ദൈവം, കർത്താദികർത്താവായ ദൈവം, കർത്താവാകുന്ന ക്രിസ്തു, ഇവയൊന്നും തന്നെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സത്യമായ പദപ്രയോഗങ്ങളല്ല. സ്വയം നരകയാതന അനുഭവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് യേശുക്രിസ്തു എന്ന് ഈ വരികളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന വസ്തുതയാണ്.